Good afternoon to all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Lunch കഴിച്ചോ? Have you had your lunch? കഴിച്ചു. Okay, ടൈം വേണ്ടില്ല. ഓക്കെ. എല്ലാവരും ഉണ്ടല്ലോ ഒന്ന്. സന്തോഷം. എല്ലാവരും ക്ലാസ്സിൽ വന്നതിൽ സന്തോഷം അറിയിക്കുന്നു. ഓക്കെ, എന്താണ് ക്ലാസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ നിങ്ങള്, അല്ലേ? ക്ലാസ് ആണോ? ഒന്ന് വന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് വന്നവരാണോ? ആണോ? നോക്കിയിട്ട് അടുത്ത ക്ലാസ് ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ മതി. വേറൊരു കാര്യം നമ്മൾ പറയട്ടെ, ഈ ക്ലാസ്സില് മിണ്ടാതിരിക്കാൻ പറ്റില്ല, സംസാരിച്ചേ പറ്റൂ. ഓക്കെ, പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്, പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഇത് പറയണം. കേട്ടല്ലോ? എല്ലാവരും കേട്ടല്ലോ? കുട്ടികളുണ്ട്, ബഹളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസന്റ് ചെയ്തേ പറ്റൂ, പ്രസന്റ് അല്ല പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അങ്ങനെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. Yes, ma'am. എന്റെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇംഗ്ലീഷ് എടുത്തല്ലേ, അല്ലേ? സോ റെസ്പോൺസ് ഇന്ന് രാവിലെ കൂടി ഒരു ക്ലാസ് എടുത്തു, ഫിസിക്സ് ക്ലാസ് ആയിരുന്നു. 17 ബാച്ചിനായിരുന്നു ഞാൻ എടുക്കുന്ന ബാച്ചേ അല്ല. ഇത് റെസ്പോണ്ട് ആയിരുന്നു എന്നറിയോ? ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, റെസ്പോൺസ് ഉണ്ടായിരുന്നു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, കേട്ടല്ലോ? സുബി, സുബിക്ക് അറിയാം, കോൺടാക്ട് അറിയോ സുബി? യെസ് മാം, കുറച്ചൊക്കെ നമ്മള് ജോബ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് ട്രെയിനിങ് ഉണ്ടല്ലോ, അതിനകത്ത് കുറെയൊക്കെ പഠിപ്പിക്കും. പക്ഷെ നമ്മള് സ്കൂളിൽ ടീച്ചിങ് ലെവലിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല പഠിപ്പിക്കുന്നത്, നമുക്ക് അല്ലാത്ത വൊബിയാജിസും ഉണ്ട്. എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് സുബിയോട് ചോദിക്കാം. സുബിയുടെ ഓക്കെ. അപ്പോ സപ്പോർട്ട് ചെയ്യാം. അപ്പോ സ്റ്റാർട്ട് ചെയ്യാമേ. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എന്നാലും ഞാൻ ഇപ്പൊ പറയാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് മെയിൻലി സ്പീച്ച് സൗണ്ട്സ് ആണ്. ഓക്കെ, സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ടോപ്പിക്കാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് കുറച്ച് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ബിക്കോസ് ഇംഗ്ലീഷ് ലാംഗ്വേജില് സ്പെല്ലിങ്ങിനാണ് ഇമ്പോർട്ടന്റ് എങ്കിൽ, ഇവിടെ നമുക്ക് ഫോണറ്റിക്സിൽ വരുമ്പോൾ പ്രൊണൗൺസിയേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സൗണ്ടിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഫോണറ്റിക്സും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ, ഓക്കെ. പിന്നെ നമ്മൾ പറയുന്ന, എന്റെ ക്ലാസ്സിൽ ഇപ്പോഴെങ്കിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പറയുന്ന എല്ലാ വേർഡ്സും കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റ് ആണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് റെക്ടിഫൈ ചെയ്ത് നല്ല രീതിയിൽ അത് പ്രൊണൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അത് ആസ് എ ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഫോണറ്റിക്സ്. നമ്മുടെ സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് ഇപ്പൊ നമ്മള് പഠിച്ചു വന്നതും പറഞ്ഞു വന്നതുമായ ഇംഗ്ലീഷ് അവിടെ പോയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ ഏതോ ഒരു ക്ലാസ്സിലാണ്, ഏതൊരു ക്ലാസ്സിൽ സ്റ്റുഡന്റ് അതുപോലെ ഇന്റേൺഷിപ്പിൽ പോയപ്പോ എന്തോ പറഞ്ഞിട്ട് കുട്ടികൾ പറയും അങ്ങനെ ഇങ്ങനെയല്ലേ. അങ്ങനെ അവര് ചോദിക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും, ഇതങ്ങനെയാണോ, അല്ലേ? ആ ഡൗട്ട് വരാൻ കാരണം എന്താ? നമുക്കത് ഉറപ്പല്ല, അതിന്റെ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണ് നമുക്ക് അത്രയും ഷുവർ നമുക്കില്ല. അതുകൊണ്ടാണ്. സോ ഈ ഫോണറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ പഠിക്കാൻ ഈസിയാണ്. ഓക്കെ, ഈസിലി യു ക്യാൻ
ഓക്കെ, ഇപ്പോ നമുക്ക് ഏതൊരു വേർഡും ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ തന്നെ കോൺടെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എല്ലാവരും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് ടീച്ചേഴ്സും കൂടിയാണ് സ്കൂളിൽ ഇംഗ്ലീഷാണ് മെയിൻലി ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ കോൺടെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലായല്ലോ? കോൺടെക്സ്റ്റിന്റെ ആവശ്യകത മനസ്സിലായല്ലോ അല്ലെ. അത് മാത്രമല്ല, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പറയുന്ന കാര്യം ചോദിക്കും. ഓക്കെ, ഇത് ചോദിക്കുകയും ചെയ്യും. ചില ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് പാരഗ്രാഫ് വായിക്കാനൊക്കെ ഉണ്ടാവും, റീഡിങ് ഉണ്ടാവും. അത് ഇംഗ്ലീഷ് ടീച്ചേഴ്സിലാണെങ്കിൽ ചിലപ്പോൾ റീഡിങ് ചെയ്യാൻ പറയും. റീഡ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ വായിക്കുന്ന രീതികൾ ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മൾ ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നത് പല രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോ റീഡ് ചെയ്യാൻ പറയുന്നതിന് മെയിൻ ഉദ്ദേശം തന്നെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാവുന്നല്ലോ, ഇംഗ്ലീഷായിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ടീച്ചർ ആയിരിക്കും, വലിയ ധാരണ ഇല്ലാത്ത ഒരാളാണോ എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ എല്ലാ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യം. ക്ലിയർ? So, let's start discussion about phonetics. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Phonetics എന്ന് പറയുന്നത് pronunciation improve ചെയ്യാൻ help ചെയ്യുന്ന kind of a tool, excellent tool എന്നാണ് പറയുന്നത്. Then, phonetics is a branch of linguistics that focuses on the production and classification of speech sound, voice speech sounds. നമ്മള് ഞാൻ പറയാം അതിനെ കുറിച്ച് വായിച്ചു ചെയ്യട്ടെ, ഞാൻ പറയാം. The production of speech looks at the interaction of different vocal organs. For example, the lip, tongue, teeth to produce particular sounds. It's the study of how speech sounds are made or articulated. അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇപ്പൊ കറന്റ്ലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരുപാട് നമ്മുടെ മൗത്തിലെ ഓർഗൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നില്ല അല്ലെ, ശരിയല്ലേ? ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കുമ്പോ, നിങ്ങൾ നോർമൽ ഇപ്പോ വായിക്കുമ്പോ നിങ്ങൾ അധികം ഇപ്പൊ നമ്മൾ ലിപ്പാണെങ്കിലും ടീത്ത് ആണെങ്കിലും ചങ്ക് ആണെങ്കിലും സ്ട്രെസ് ചെയ്യുന്നതാവില്ല, ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാവില്ല. നമ്മൾ അതൊന്നും ഇപ്പോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നേ ഇല്ല, ജസ്റ്റ് അത് വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഫോണറ്റിക്സ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യും. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് മാത്രമേ പ്രൊണൗൺസ് ചെയ്യും. അത് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പലരും നാക്കും നമ്മുടെ ചുണ്ടൊക്കെ ആവശ്യമാണ്. മൗത്തില് എല്ലാം ഒരുപാട് മൂവ്മെന്റ്സ് വരുന്നുണ്ട്, നമ്മുടെ ഓരോ ലെറ്റേഴ്സും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ പറയുന്ന എല്ലാ ഓർഗൻസും ഒരുപാട് മൂവ്മെന്റ്സ് വരുന്നത് കൂടുതലും ഈ പറയുന്ന ഫോണറ്റിക്സ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോണറ്റിക്സ് അറിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോഴാണ്. ഓക്കെ, അതിൽ ഒരുപാട് ചില സ്ഥലങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതായിട്ട് വരും, ചില സ്ഥലങ്ങൾ നമ്മൾ ലോങ്ലി പ്രൊണൗൺസ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതെല്ലാം നമുക്ക് പോകെ പഠിക്കാം. ഈ ഒരു ക്ലാസ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകണമെന്നില്ല, കേട്ടല്ലോ? മിക്കവാറും അത് ചിലപ്പോൾ ക്ലാസ് പോകുന്നതനുസരിച്ചിരിക്കും. മിക്കവാറും ഈ മന്ത് എല്ലാ സാറ്റർഡേസ് ചിലപ്പോൾ ക്ലാസ് വന്നിരിക്കാം, അല്ലെങ്കിൽ ചില ക്ലാസ് ഒരു 1 hour മേലെ പോയിരിക്കാം. എന്താണെങ്കിലും ഒരു ദിവസം കൊണ്ട് ഒരു 1 hour കൊണ്ട് ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഓക്കെ, ഇതുവരെയും എടുത്തതും ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജില് 26 ആൽഫബറ്റ്സ് ഉണ്ട് അല്ലെ. ഈ 26 ആൽഫബറ്റ്സിനെ നമ്മൾ പറയുന്നത് ലെറ്റേഴ്സ് എന്നാണ്. ലെറ്റേഴ്സ് അല്ലേ? പക്ഷേ ഫോണറ്റിക്സിന് പറയുമ്പോ ഫോണറ്റിക്സില് ലെറ്റേഴ്സ് ഇല്ല, ഒരുപാടുണ്ട്. അതുപോലെ കോൺസ്റ്റന്റ്സ് ഉണ്ട്, വോവൽസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ലെറ്റേഴ്സ് അല്ല. നോട്ട് ലെറ്റേഴ്സ്, ഇറ്റ്സ് കോൾഡ് സൗണ്ട്സ്. ഓക്കെ, സൗണ്ട്സ് എന്നാ പറയും. ഓരോന്നും സൗണ്ട്സ് ആണ്. എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം, അത് ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായ സൗണ്ട്സ് ഉണ്ട്. മനസ്സിലായോ? Each letters have their own sounds or their own pronunciation. Okay? അപ്പോ ലാംഗ്വേജ് വേറെ, ഫോണറ്റിക്സ് വേറെ. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ലാംഗ്വേജും, ഇവിടെ ഏത് ലാംഗ്വേജ് എടുത്താലും നമുക്ക് എഴുതുന്ന പോലെ വായിക്കാൻ പറ്റും. ഇപ്പൊ മലയാളം ആണെങ്കിൽ പോലും എഴുതുന്ന പോലെ വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് മലയാളം. ഇനി എഴുതുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുക അല്ലെ.
പാ ആണെങ്കിൽ പാ എന്ന് വായിക്കും, പൂവാണെങ്കിൽ പൂവായിരിക്കും. അത് കറക്റ്റ് അങ്ങനെയാണ്. എങ്ങനെ എഴുതുന്നോ അതുപോലെ വായിക്കും. ഇംഗ്ലീഷ് എങ്ങനെയാണ് പക്ഷെ എഴുതുന്ന പോലെ വായിക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഇസ് ആൻ അൺഫാർജിക്കൽ ലാംഗ്വേജ്. ശരിയല്ലേ? അത് ഞാൻ ഏതൊരു ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ബട്ട് ആൻഡ് ഗുഡ് സ്പെല്ലിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണെങ്കിൽ പോലും നമ്മുടെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ? ബട്ട് ആൻഡ് ഗുഡ് അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫാർജിക്കൽ ലാംഗ്വേജ് എന്ന് പറയും. കോണ്ടിക്സിൽ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെ എഴുതുന്ന അതുകൊണ്ട് തന്നെയും വായിക്കാം. കാരണം കോണ്ടിക്സിന്റേതായ സൗണ്ട്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഈ കാണുന്ന പാരഗ്രാഫ് കോണ്ടിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അത് വായിക്കാം, അത് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ വായിക്കാനും പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് കോണ്ടിക്സ് എന്ന് പറയുന്ന ലാംഗ്വേജ് കൂടിയാണ്. ലാംഗ്വേജ് മീൻസ് അത് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ പോലും അത് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റും. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചെയ്യും. അങ്ങനെ എഴുതുമ്പോൾ ഓരോ ലെറ്റേഴ്സിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് നോക്കി കറക്റ്റ്ലി വായിക്കാൻ പറ്റും. അതാണ് കോണ്ടിക്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഓരോരുത്തരായിട്ട് ആ കാണുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ടെക്സ്റ്റ് ചെയ്ത എഴുതത്തില് പെട്ടെന്നാവട്ടെ. എല്ലാവർക്കും വായിക്കണം. പാരഗ്രാഫ് എന്തായാലും വായിച്ചിട്ടുണ്ട്. ഓക്കെ, text your name and I will call you one by one. അയ്യോ പെട്ടെന്ന്. പേര് ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞാല് ഒരെണ്ണം ടെക്സ്റ്റ് ചെയ്യില്ല, ഞാൻ വിളിക്കാം, അത് മതി. ഇത് സ്ട്രിക്റ്റ് ആണല്ലോ, ഇംഗ്ലീഷ് ക്ലാസ് പോലെയല്ല, ഇത് പഠിച്ചേ പറ്റൂ. ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ അല്ല കേട്ടോ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മള് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അതിന് ഒട്ടും കിട്ടില്ല, സീരിയസ് ആയിട്ട് പറയും. മാം ഇതിലുള്ളത് വായിക്കാനല്ലേ പറഞ്ഞത്? പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, അനുപ്രിയ വായിച്ചോളൂ കേട്ടോ. മാം ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാം, അതാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് മാം. ഓൺ ദ ഗോ കാണിക്കും. അനുപ്രിയ വായിച്ചോളൂ. സ്ക്രീനിൽ കാണുന്ന പാരഗ്രാഫ് മാത്രം വായിക്കാം. ഓക്കെ Okay, ma'am. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation, ma'am. Okay. Phonetics is a branch of linguistics that focuses on the production and classification of the voice-speech sounds. The production of speech look at the interaction of different vocal organs, for example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. The ma'am. Yeah, okay. Then Prasida, വായിച്ചോളൂ.
Yes, ma'am. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Phonetics is a branch of linguistics that focuses on the production and classification of the voice speech sounds. The production of speech looks at the interaction of different vocal organs. For example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. Okay, Prasida. Then Drishya. Okay, ma'am. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Phonetics is a branch of linguistics that focuses on the production and classification of the voice speech sounds. The production of speech looks at the interaction of different vocal organs, for example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. Okay, Drishya. Then Srini. Okay, ma'am. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Phonetics is a branch of linguistics that focuses on the production and classification of the voice speech sounds. The production of speech looks at the interaction of different vocal organs, for example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. Okay, Srini. Then Alfia. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Phonetics is a branch of linguistics that focuses on the production and classification of the voice speech of sounds. The production of speech looks at the interaction of different vocal organs. For example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. Yeah, okay, okay. Then Sharon. Sharon, IQ. Then Parvati. മാം പേജ് നമ്പർ പറയാമോ? പേജ് നമ്പർ ഇല്ലാട്ടോ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന നോട്ട്സിലെ പാരാഗ്രാഫാണ് വായിക്കാൻ പറഞ്ഞത്, ടെക്സ്റ്റ് അല്ലാട്ടോ. ടെക്സ്റ്റ് അല്ല ഇത്. പറയട്ടെ മിസ്സേ. അറിയാം. ഹലോ. The വായിച്ചോളൂ. International Phonetic Alphabet IPA chart is an excellent tool to help you improve your pronunciation. Phonetics is a branch of linguistics that focus on the production and classification of the voice speech sounds. The production of speech look at the interaction of different vocal organs, for example, the lip, tongue, and teeth to produce particular sounds. It is the study of how speech sounds are made or articulated. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഇതില് നിങ്ങൾ പേടിക്കുന്ന അത്ര ഒന്നുമില്ല കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റില് എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഇതുപോലെ എന്തെങ്കിലും വായിക്കാനും തരും. മനസ്സിലായോ? വായിക്കുന്നതോറും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരും. നിങ്ങൾ പോലെ അറിയാതെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവും. മനസ്സിലായോ? അതിന് വേണ്ടിയാണ് വായിപ്പിക്കുന്നത്, വേറെ ഒന്നുമില്ല. കൂടെ നിൽക്കൂ. മനസ്സിലായോ? എന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുക, കൂടെ നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ,
ഇപ്പൊ വായിച്ചവര് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ വായിക്കുന്നത് ഓക്കെ ആണോ? അറിയൂ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. നിങ്ങൾ വായിച്ചതില് നിങ്ങൾ വായിച്ചത് ഓക്കെ ആണോ, നന്നായിട്ട് വായിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? മാം ഡിഗ്രിക്ക് ഞങ്ങൾക്ക് ഫോണറ്റിക്സ് പഠിപ്പിക്കുന്നു മാം. ഫോണറ്റിക്സിന്റെ കുറച്ച് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അതിന്റെ ഒരു നോളേജിൽ ഞാനൊരു വിധം വായിച്ചൊപ്പിച്ചു എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ നോക്കാം മാം. കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓക്കെ. എല്ലാവരും നിങ്ങൾ വായിച്ചത് കറക്റ്റ് ആണ്. ഇംപ്രൂവ് ചെയ്യാനുണ്ടാവും മാം. നമുക്ക് കറക്റ്റ് പറഞ്ഞ പോലെ ഡിഗ്രിക്കാണ് പഠിച്ചത്. അതും കുറച്ച് ഭാഗമല്ലേ നമ്മൾ പഠിക്കണുള്ളൂ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പോഴേ തുടങ്ങി അവർ ഫോണറ്റിക് സൗണ്ട്സ് വെച്ചിട്ടാണ് ഇപ്പോഴേ പഠിക്കണത്. KG സെക്ഷൻ തുടങ്ങി. അപ്പൊ നമ്മ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനുണ്ടാവും. നമ്മള് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോ വായിച്ചവരും അവര് വായിച്ചത് കേട്ടവരുമാണ് നിങ്ങൾ, അല്ലെ? ഇതില് ആദ്യത്തെ കാര്യം ഞാൻ പറയാം. നമ്മൾ വായിക്കുമ്പോ എപ്പോഴും ഓരോ വേർഡ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓരോ വേർഡ് വെച്ച് സ്ലോ ചെയ്യാൻ പാടില്ല. ഇതിന് നമ്മൾ മലയാളം വായിക്കുന്നത് എങ്ങനെയാണ്? മലയാളം വായിക്കാൻ നമുക്ക് അറിയാം, അതിന്റെ മീനിങ് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മലയാളം വായിക്കുന്നത്. വായിക്കുമ്പോ സ്ലോ ചെയ്യുന്നത് നമ്മൾ സ്ലോ ചെയ്ത് വായിക്കുന്നുണ്ട്, ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ലോ ചെയ്യാറില്ല. പൊതുവേ കണ്ടുവരുന്ന കാര്യമാണ്. ഒരു സെന്റൻസ് അത് അങ്ങനെ തന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയിട്ട് ഫുൾ സ്റ്റോപ്പ് വരെ അവസാനിപ്പിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലോ, ഒരിക്കലും. അതും നിങ്ങൾ ടീച്ചേഴ്സിനും കൂടെയാണ്. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതൊരു സ്റ്റോറീസ് വായിക്കാനുണ്ടാവും. സ്റ്റോറീസ് വായിക്കുമ്പോൾ നമ്മള് അത് ഇമാജിൻ ചെയ്ത് അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അവരെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വായിക്കണം. ഓരോ സെന്റൻസ് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. അത് അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ പോലും അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മീനിങ് മനസ്സിലാവും. അങ്ങനെയാണത്. അല്ലാതെ നമ്മൾ ഒരു സെന്റൻസ് അങ്ങനെ ഫ്ലോയിൽ അങ്ങനെ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മളിത് വായിക്കുന്ന രീതിക്കുണ്ട് വ്യത്യാസം. ഞാനിപ്പോ വായിക്കുമ്പോ ആ രീതിക്ക് തന്നെ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യണ പോലെ ചെയ്യണം എന്നല്ല പറയുന്നത്. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്നോ, എന്തെങ്കിലും ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോന്നോ, ഇല്ലെങ്കിൽ അത് തന്നെ വായിക്കാം, കുഴപ്പമില്ല. ഞാനും വലിയ എക്സ്പോർട്ട് ആവുന്നുണ്ട്. പക്ഷെ എനിക്കത് പറഞ്ഞു തരണം എന്ന് തോന്നുന്നു. പലപ്പോഴും ഞാനും പണ്ടും ചെയ്തിരുന്ന ഒരു കാര്യം കേട്ടോ. ഞാനും ഇതുപോലെ ലിറ്ററേച്ചർ പഠിച്ച ഒരാളാണ്. അന്ന് എനിക്ക് തോന്നിയ മിസ്റ്റേക്സ് ആണെങ്കിൽ നമ്മൾ സ്വഭാവം വായിച്ചങ്ങോട്ട് തോന്നും. അങ്ങനെ വായിക്കുമ്പോൾ വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒന്നും മനസ്സിലായി തെറ്റി വായിച്ചു പോകും എന്ന് അങ്ങനെ തോന്നലുണ്ടാവും. പക്ഷെ വായിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുത്തി കഴിഞ്ഞാല് വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കുറച്ച് ക്ലിയർ. ഓക്കെ, ജസ്റ്റ് ഞാൻ വായിക്കാം, നോക്കൂ. ഒരു കാര്യം പറയണ്ടത്, ഈ വോയിസ് ഉണ്ടല്ലോ എക്കോ വരുന്നാലും ചില വേർഡ്സ് ഒന്നും ക്ലിയർ ആവണില്ല. എനിക്ക് മാത്രമാണോ അങ്ങനെയൊന്നും അറിയില്ല. ആണോ? നോക്കട്ടെ കേട്ടോ, അത് സെയിറ്റ് ചെയ്യൂ. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്? ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കട്ടോ, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ. The International Phonetic Alphabet Chart is an excellent tool to help you improve your pronunciation. Okay. Phonics is a branch of linguistics that focuses on the production and classification of the voiced speech sounds. The production of
Speech looks at the interaction of different vocal organs, for example, the lip, tongue, and teeth, to produce particular sounds. It's the study of how speech sounds are made or articulated. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പറയുന്ന കാര്യങ്ങള് ക്ലിയർ ആയിരിക്കണം, ഓരോ വേർഡ്സും ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സ്ലോ ചെയ്ത് ആ മീനിങ് മനസ്സിലാക്കുന്നിടത്ത് അങ്ങനെ സ്ലോ ചെയ്ത് വായിച്ചു കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സ്റ്റക്ക് ഉണ്ടോ? സ്റ്റക്കാണോ? ഇവിടേക്ക് വലിയ കുഴപ്പമില്ല മാം, ചെറുതായിട്ടേ ഉള്ളൂ സ്റ്റക്ക്. ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ ഫാൻ ഉള്ളതുകൊണ്ടാണോ എനിക്ക് അറിയില്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ചിലപ്പോ ഫാൻ സ്പീഡ് കൊണ്ടായിരിക്കും, ഞാൻ സ്പീഡ് കുറച്ചു. ഓക്കെ ആണ്. അപ്പൊ വായിക്കേണ്ട രീതി മനസ്സിലായല്ലോ. നമുക്കത് കുറച്ചുകൂടെ നമുക്ക് ഇനി പോകെ ക്ലാസ്സിൽ കുറച്ച് നമുക്ക് റീഡിങ് നമ്മുടെ റീഡിങ് സ്കില്ല് ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. റീഡിങ് സ്കില്ല് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ അറിയാം, പക്ഷെ വായിക്കുന്ന രീതിയുണ്ട്. നിങ്ങൾക്ക് അറിയാലോ IELTS അല്ലെ, IELTS എഴുതുമ്പോ അവിടെ എന്തൊക്കെയാ ചെക്ക് ചെയ്യുന്നത്? റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയുമോ? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെയല്ല വെസ്റ്റേൺ സ്പീക്കേഴ്സ് സംസാരിക്കുന്നത്. അവരുടെ ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവും. നമുക്ക് കേട്ടാ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് പറ്റുമോ? കുറച്ചൊക്കെ മാത്രം പറ്റും അല്ലെ? അതാണ് ലിസണിങ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ റീഡിങ് ചുമ്മാ വായിച്ചുകൊണ്ട് കാര്യമില്ല. വായിക്കാൻ പറയുന്നതിനാണെന്നറിയോ? വായിക്കുന്നവർക്ക് എഴുതിയിരിക്കുന്ന മീനിങ് അറിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ മീനിങ് അറിഞ്ഞ് വായിക്കുന്നതും മീനിങ് അറിയാതെ വായിക്കുന്നതും രണ്ടും രണ്ടാണ്. മനസ്സിലായോ? അതാണ് റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ റൈറ്റിംഗും സ്പീക്കിങ്ങും പറയേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന 4 കാര്യങ്ങളും ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പറ്റിയ പണിയാണ്. ലിസണിങ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം അവർ പറയുന്ന ഓരോ വേർഡും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ കേട്ടാൽ മനസ്സിലാക്കൂ. റീഡിങ് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും ഇംഗ്ലീഷ് മീനിങ് അറിയാവുന്നവർക്കും മാത്രമേ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ റൈറ്റിംഗ് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ ഇംഗ്ലീഷ് എഴുതാൻ പറ്റൂ. സ്പീക്കിങ്ങിന് പറയും. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഈ 4 സ്കില്ലും അവര് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണെന്ന്? നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് എഴുതാനും അറിയില്ല മിസ്സേ, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് പറയാൻ അറിയില്ല. സത്യമല്ലേ? അറിയുള്ളൂ. നമ്മൾ പറഞ്ഞതും നമുക്ക് അറിയാവുന്നതും ഒട്ടത്തെറ്റായിരുന്നു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാം. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ചും ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഈ ഫോണറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ ആരെയും ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നോ അതനുസരിച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിന് ഒന്നും അറിയില്ല എന്ന് പറയിപ്പിക്കരുത്. കേട്ടോ? കേട്ടല്ലോ? കാരണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ചുമ്മാ പോയി പഠിപ്പിച്ചാ പോരെ എന്നായിരുന്നു പണ്ട്. ഇന്ന് അങ്ങനെയല്ല. നമ്മളെക്കാളും ബുദ്ധിയും അറിവുമുള്ള പിള്ളേരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചെങ്കിലും പൊടിക്കേ നമ്മളുടെ ആണ്. അതിന് ഏറ്റവും നല്ല കാര്യം പ്രൊണൗൺസിയേഷനാണ്. പ്രൊണൗൺസിയേഷന് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. ഇനി എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് മീനിങ് മനസ്സിലാക്കാന്നുള്ളത് പറ്റും, പക്ഷെ ഇപ്പൊ അത് പോസിബിൾ ആയിരിക്കില്ല. ഇംഗ്ലീഷ് അറിയാത്തവരെന്നെ ആയിരിക്കും ഇനി ഉള്ളത്. ഇനി നമ്മൾ ഇംഗ്ലീഷ് ഇത്രയും നമ്മൾ പഠിച്ചാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? വലിയ അഡ്വാൻസ്ഡ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയാവുന്നവരെ പോലെ സംസാരിക്കാൻ കുറച്ച്
ട്രിക്ക് ഞാൻ പറഞ്ഞു അത് ഈ ഫോണറ്റിക്സിലൂടെ ഞാൻ പഠിപ്പിക്കും. ഇതെങ്കിലും ഞാൻ കുറച്ച് പിടിച്ചിട്ടാൻ പറ്റും കേട്ടോ. ഞാൻ പിടിച്ചില്ല അങ്ങനെ പോരെ, ഞാൻ എങ്ങനെയൊക്കെയാ പിടിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൂട്ടായില്ലേ ഫോൺ, നമ്മളൊക്കെ ഒരു ടീമാണ്. സീരിയസ്ലി എന്റെ കാര്യമാണ് പിടിച്ചു നിൽക്കാനല്ല. ഓ സുബിനി ഇങ്ങനെയൊക്കെ ഞെട്ടല്ലേ കേട്ടോ. എന്നെ കാണാനില്ലേ? അയ്യോ എന്നെ കാണുന്നില്ല, മിസ്സിനെ കാണുന്നില്ല, കാണുന്നില്ല. കാണുന്നുണ്ടോ എന്നെ? നിങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ട് വിസിബിളാണ്. ബിൻസിക്ക് മാത്രമേ കാണുന്നില്ല. എന്തുകൊണ്ടോ മഴയുടെ ഇഷ്യൂ ആവില്ലേ മാം? മഴ കാരണം റേഞ്ചൊക്കെ പോകും, പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്തേ. എന്താണ് അവസ്ഥ അറിയൂ? we can improve മാം. എന്തോ we can improve. ഞാനും ഇതുപോലെ ഡിഗ്രിക്ക് ഫോണിക്സ് പഠിച്ചതാ. അതൊന്നും എനിക്ക് തേങ്ങയും അറിയില്ലായിരുന്നു കേട്ടോ, സത്യം പറയാലോ. സാർ വന്നിരുന്ന് ഫോണിക്സ് പറയും, ഞാൻ എന്തൊക്കെയാണ് സാറി പറയുന്നത്. ഓരോന്ന് പ്രൊണൗൺസ് ചെയ്യുമ്പോഴേ ഞാൻ അന്ന് പറയില്ലായിരുന്നു കേട്ടോ. നിങ്ങളെ പോലെ ഞാൻ എപ്പോഴും പറയില്ല. പക്ഷെ പറഞ്ഞത് മോശമാണ്, ശരിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില മനസ്സിലായത്. പൊളിറ്റിക്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയുണ്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നീടാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. പൊളിറ്റിക്സ് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുമ്പോഴും ചിരി വരും. പക്ഷെ ചിരിച്ചിട്ട് കാര്യത്തില്ല, ഞാൻ നിങ്ങളോട് പറയും, പറഞ്ഞാലേ പഠിക്കും. കാരണം ഞാൻ ഇതുപോലെ ആയിരുന്നു. സാറ് ക്ലാസ് എടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റും, ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റണ്ടേ, പറയാൻ പറ്റുന്നില്ല. പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് കിട്ടൂ, അല്ലാണ്ട് കിട്ടില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, കൂടെ ഒന്ന് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലാസ്സും കൂടെ തീരില്ല കേട്ടോ. സാറ്റർഡേസ് ഇവിടെ വേണ്ട. എത്ര പേരാ നോർമലി ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ തരുന്നുണ്ടല്ലോ. ഒരു ഇംഗ്ലീഷുകാരൊക്കെ ആയിരുന്നട്ടാ, മാത്രം ഇരുന്ന് പഠിക്കണം. നോക്കട്ടെ, നന്നായി എവിടെയെങ്കിലും വന്നല്ലോ. കല്യാണം കാണാത്തവരൊക്കെ ഉണ്ട് കുറെ പേര്. അറിയാവോ? എന്നെ അറിയോ നിങ്ങള്? ഒന്ന് സെമിനാർ എടുക്കാൻ പറഞ്ഞാല് രണ്ടക്കിടെ കാണൂല അല്ലെ? ഇത്തിരി സുഖ. അപ്പൊ വന്നിരിക്കുക, കൂടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് എല്ലാവരും കയറി ക്ലാസ്സിൽ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി തിങ്കളാഴ്ച നിങ്ങൾക്ക് മൺഡേ നമുക്ക് ഒരെണ്ണം ഉണ്ടാവില്ല ഇവിടെ. എന്തായാലും ടോപ്പിക് കംപ്ലീറ്റ് ആയ സമാധാനം. സെമിനാർ ഇല്ല. ഓട്ടെ, എന്തായാലും ഞാനിത് പറഞ്ഞുകൊണ്ട് ഇനി ചോദിക്കാതിരിക്കില്ല കേട്ടോ. പൊളിറ്റിക്സ് വരും. ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതെങ്കിലും പഠിച്ചിട്ട് പോകും. ഇത് പഠിച്ചാൽ ഇംഗ്ലീഷ് നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാം. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് എന്താണ്? ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫോണറ്റിക്സ് പഠിച്ചിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ മാത്രം, ഇൻട്രോ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഞാൻ ഇതുപോലെ എനിക്ക് മുന്നേ ഈ വേർഡ് ഞാൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വേർഡ് ഒന്ന് പ്രൊണൗൺസ് ചെയ്തേ. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്ന വേർഡ് ഒന്ന് പ്രൊണൗൺസ് ചെയ്യൂ. പ്രൊണൗൺസ് ചെയ്യൂ. ലിച്ചി. 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 ലിച്ചി എന്നൊരു വാക്ക് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു? അതൊരു ഫ്രൂട്ട് അല്ലേ? ഫ്രൂട്ട് സ്റ്റാളിൽ പോയപ്പോ ആ പുള്ളിയോട് ചോദിച്ചു, ചേട്ടൻ എന്താണ് ലിച്ചി? ചേട്ടൻ പറഞ്ഞു ഇത് ലിച്ചിയാണോ പോയത് പറഞ്ഞു. ആ ലിച്ചി വാങ്ങി നേരെ വീട്ടിലോ? സത്യം ആണോ? ഞാൻ എങ്ങനെയാ പഠിച്ചത്? സത്യം പറയാ, ഞാൻ എങ്ങനെയാ പഠിച്ചത്? ഞാൻ എവിടെയാണ്? ഞാൻ കോളേജ് ടൈമില് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോവായിരുന്നു. അങ്ങനെ പോയപ്പോ ഫ്രൂട്ട്സ് ആണ് കയറിയപ്പോൾ ഫ്രൂട്ട് ഇതുപോലെ കിടക്കും, ഫ്രൂട്ട് ഉണ്ടാക്കിയത്. ഞാൻ ചോദിച്ചേട്ടൻ എന്താ ചേട്ടാന്ന് വെച്ച് പോവാം, ലിച്ചിയാണല്ലോ. എന്നാ പിന്നെ കുഴപ്പമില്ല, കുറച്ച് ഞാൻ വാങ്ങിട്ട് പോയി. ഞാൻ ചെടിക്ക് കൂടെ കൊടുത്തു. അമ്മയോട് പറഞ്ഞു ഇത് ലിച്ചിയാണെങ്കിലോ. അപ്പൊ അമ്മയും പറയുന്നത് ലിച്ചിന്നാ. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ലിച്ചി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയും പറയുന്നത് ലിച്ചി. നിങ്ങളൊന്നും അങ്ങനെയല്ലേ പഠിച്ചേ? അല്ലേ? സത്യം പറ. ആ ചേട്ടൻ ഇംഗ്ലീഷൊക്കെ പഠിച്ച ആളാണോ?
അല്ല. അതുകൊണ്ട് ഇത് കൊണ്ട തെറ്റാണ്. ഇത് ലൈച്ചിയാണ്. ആ ചേട്ടൻ നമ്മൾ ലൈച്ചെന്നാ പറഞ്ഞെങ്കിൽ നമ്മൾ ലൈച്ചി തന്നെ പറയൂ അല്ലേ? ഇത് ലൈച്ചിയാ, നമുക്ക് ഇച്ചി. അങ്ങനെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മുടെ പൊട്ടന്മാരെ അതാ ചേട്ടൻ പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു കിടന്നു എല്ലാവരും പഠിച്ചു. ഈ തിരുത്താൻ കൂടി കാര്യമില്ല. ലിച്ചിയാണ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ഇത് ലൈച്ചി എന്ന് പറയുമ്പം പുള്ളിക്കാരൻ തിരിച്ച് ലിച്ചി നമ്മളെ പഠിപ്പിക്കണോ? മോനോട് ലൈച്ചി ഇല്ലെന്ന് പറയും. ഇവിടെ ലൈച്ചിയാ, ലൈച്ചൊന്നും ഇല്ലാന്ന് പറയും. ഓ ഇത് ലിച്ചിയാണെന്ന് പറയും അപ്പൊ ചേട്ടൻ. അങ്ങനെയാണ് ഇത് ലിച്ചി ആയത്. ഇത് രക്ഷയില്ല, അത് മാറ്റാൻ പറ്റില്ല നമുക്ക്. മലയാളത്തിലെ ലിച്ചി എന്നാണല്ലോ, അപ്പൊ അവര് അങ്ങനെ തന്നെ പറയാ. അത് നമ്മൾ എഴുതുന്നതിന്റെ കുഴപ്പമില്ല, നമ്മൾ പ്രൊണൗൺസ്. അതാണ് ഞാൻ പറയാം, മലയാളം എഴുതുന്ന പോലെ വായിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ഇംഗ്ലീഷ് അങ്ങനെയാണോ? ഇത് ഇപ്പൊ ഇത് ലൈച്ചി, ഇപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതിയിട്ട് ലൈച്ചി എന്ന് വായിക്കണം. നിങ്ങൾ ഈ മലയാളത്തിൽ ലൈച്ചി തന്നെ എഴുതുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ലിച്ചിന്ന് കേട്ടു, മലയാളത്തിൽ നമ്മൾ ലിച്ചിന്ന് എഴുതി. ലൈച്ചിയാണ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ലൈച്ചി എന്ന് പറയും, ലൈച്ചി എന്ന് പറയും. നമ്മൾ അർത്ഥപ്പെട്ടിരിക്കും. സ്ലൈമോ ഞാൻ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാട്ടോ. എനിക്കും ഡൗട്ടായി ഇത് ഈ ലൈച്ചി തന്നെയാണോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ലൈച്ചി എന്നൊരു പറഞ്ഞോ. ഇത് പറയാൻ നേരത്ത് ആദ്യം ഞാൻ തന്നെ ചിരിക്കും. ഇന്നലെ പറഞ്ഞു രസമല്ല ലൈച്ചി. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ ഇരിക്കുമല്ലോ, നമ്മുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇത് നമുക്ക് എച്ചിലാണെങ്കിൽ കുറച്ച് മെഡിക്കൽ ലെവൻസും അപ്പൊ അല്ലാണ്ട് വേർഡ്സിലൊക്കെ പ്രൊണൗൺസിയേഷൻ ഉണ്ടാവാറ്. സോ അവരെന്നോട് എനിക്ക് ചോദിക്കും ഇതെന്താ പറയാനെങ്കിൽ ഞാനിങ്ങനെ നമ്മൾ എനിക്ക് കിട്ടുന്ന ദിവസം പഴകില്ലല്ലോ, ഷോർക്കും എന്താ രീതിയിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്തത്. ഒപ്പം കളിയാക്കും. ഓഫ് വന്നു ഇംഗ്ലീഷ് ടീച്ചർ വന്നു എന്ന് പറയും. മനസ്സിലായോ? അത് മനഃപൂർവ്വം പറയുന്നല്ലാണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇത് പറഞ്ഞ് ഇതിന്റെ കൂടെ ജീവിച്ചിപ്പോ ഇങ്ങനെ ആയി ഞാൻ. അതാണ് ഇപ്പൊ ലൈച്ചി എന്ന് പറഞ്ഞപ്പോ ഓൾഫോണിലൊക്കെ ഒരു മാറ്റം വന്നത്. അതുകൊണ്ടാണ് ലൈച്ചി. ഫോണറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്നേ ഇങ്ങനെ വരിക. ഇപ്പൊ മാറ്റമൊന്നുമില്ല. എന്ത് ചെയ്യാനാ? മലയാളം പറയുമ്പോൾ മാത്രം കൂതറയായി പോകും. പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ച് ചാനൽ കീപ്പ് ചെയ്യുന്നത് തന്നെ സംടൈംസ്. അതുപോലെ ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ആകും? ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയില്ലെങ്കിൽ ആയിപ്പോലല്ലോ, അങ്ങനെ ആയി പറ്റൂ കേട്ടോ. എന്നാലേ നമ്മൾ ഇത്രയും നാൾ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ മോണ്ടിസോറിയിലെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചോ മാറ്റം വന്നെങ്കിൽ അവരെന്നെ സ്മരിക്കും. ടീച്ചർ സൂപ്പറാണെന്നൊക്കെ പറയും. സ്വയം പൊക്കുന്നു ഞാൻ. എന്നെ പൊക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്നും പറയാറില്ലല്ലോ, നല്ലൊന്നും പറയില്ല അല്ലെ? അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, പക്ഷെ നമ്മള് വോയിസ് ട്രെയിനിങ് എടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ മാം ഇത്രയും പറയുന്നുണ്ടല്ലോ, പക്ഷെ നമ്മളുടെ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയിപ്പിക്കുമായിരുന്നു. മീൻസ് നമ്മൾ ഫോണറ്റിക്സിന് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ എ ആൽഫ എന്നാ പറയുന്നത്. ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ എ ആ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. എ ആ ബി ബ അങ്ങനെയാ കുഞ്ഞു പിള്ളേരെ. പക്ഷെ നമ്മൾ വോയിസ് ട്രെയിനിങ്ങിൽ നമ്മൾ കസ്റ്റമർ സർവീസിൽ ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഇത് നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഫോണറ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും നമ്മൾ വേർഡ് ഇല്ലെങ്കിൽ ഇമെയിൽ ID ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ കൺട്രീസിന്റെ പേര് പറയണം. ബിക്കോസ് അത് എല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ സ്റ്റേറ്റ്സിന്റെ പേര് പറയണം. ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫോണറ്റിക്സ് തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ എന്റെയൊക്കെ ക്ലാസ്സിലൊക്കെ 9-10 വർഷം മുമ്പേ ആ ക്ലാസ് എടുത്തത്. അപ്പം ആ സമയത്തിലൊക്കെ നമ്മളോട് തന്നെ വാ തുറന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ നമുക്കൊക്കെ ആ സമയം നമ്മൾ അത്രയും മെച്ചുവർ ആയിട്ട് നമുക്ക് അടി കിട്ടുമായിരുന്നു. നമ്മളുടെ ഇൻസ്ട്രക്ടർ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു. പറയുന്നത് വാ തുറന്ന് പറയാനായിട്ട്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ വാ തുറന്ന് മൊത്തം നമ്മുടെ ആ ഫേസിന്റെ നമ്മുടെ ചുണ്ടില്ലേ അത് മൊത്തം തുറക്കണം ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വായിക്കാത്ത ഇരുന്നല്ല പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടുമായിരുന്നു. അതില് ചില സൗണ്ട്സ് ഒക്കെ ഇല്ലേ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയില്ല നിങ്ങള്. നമ്മള് ത്രോട്ട് ഓപ്പൺ ചെയ്ത് പറയേണ്ട സൗണ്ട് ഉണ്ട്. അതുപോലെ ഇപ്പൊ പറഞ്ഞ സ്ഥിതി പോലെ നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് പറയുന്ന സൗണ്ട്. ഉള്ളിന്ന് പറഞ്ഞാൽ പറയുന്നത്. ഉള്ളിന്ന് പറഞ്ഞ സൗണ്ടും വരും, അല്ലാണ്ട് നമ്മുടെ മൗത്തിൽ തന്നെ വരുന്ന സൗണ്ട് ഉണ്ട്. രണ്ടും രണ്ടാണ്. അതൊക്കെ ഞാൻ എങ്ങനെയോ ഓൺലൈനിൽ കാണിക്കുമെന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര സ്ട്രെയിൻ ആട്ടോ, ഭയങ്കര സ്ട്രെയിൻ. ഞാനിപ്പോ ഈ തമാശ കളിച്ച് പറയുന്നില്ലേ, ആ സൗണ്ട് എടുക്കുമ്പോ 2 മണിക്കൂർ ക്ലാസ് നമുക്ക് അത്രയും സ്ട്രെയിൻ ആണ്, ഭയങ്കര സ്ട്രെയിൻ.
ഫുള്ള് സൗണ്ട് എടുത്ത് പറയുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊക്കെ മൊത്തം ദിവസം 1 വീക്കിന്റെ ഫോണറ്റിക്സിന്റെ തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു വോയിസ് ട്രെയിനിങ്ങില്. അത് നമുക്ക് ഒരു മീൻസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് തൊണ്ടയ്ക്ക് അങ്ങ് 2 സൈഡ് ഇങ്ങനെ വേദന അടിക്കും. ബിക്കോസ് അങ്ങനെ കണ്ടിന്യൂസ്ലി പുള്ളിക്കാരൻ അങ്ങ് സംസാരിപ്പിക്കുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ കസ്റ്റമേഴ്സോടോ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനോടോ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫ് ഈസിയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് ഓർത്തില്ല നമ്മള്. അത് ആ സൗണ്ട് പഠിക്കുന്ന മാത്രം ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അത് ആ ഓരോ സൗണ്ടും അതെങ്ങനെ വരുന്നു എന്ന് നമ്മൾ പഠിക്കണം. അത്രയും സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്നതാണ്. പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. പിന്നെ അത്രയും സ്ട്രെയിൻ വരില്ല, സ്ട്രെസ് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ഇന്നാള് അപർണ മാം പറഞ്ഞായിരുന്നു, അശ്വതി മാം അവിടെ നിന്ന് എപ്പോഴും ഫോണറ്റിക്സിന്റെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും, ഞങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എപ്പോഴും ഇവിടെ ഇരുന്ന് പഠിക്കുന്ന കാണാമോ. പക്ഷെ ഞാൻ സൗണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവര് കേൾക്കുന്നത് ഫുള്ള് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ ഞാനതൊക്കെ കളിയാക്കും. അവിടെ നിന്ന് ആ ഊന്ന് കേട്ടല്ലോ എന്ന് പറയും. കാരണം ആ ഊന്ന് പറയുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധനം ഞാൻ പ്രാക്ടീസ് ചെയ്യാറ്. കേൾക്കുന്നതിന് പോലും ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല, അത്രയും ടയർഡായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തീവ്രത എടുക്കും കുറച്ചു നേരം. ഇത്രയും നമുക്ക് സ്ട്രെയിൻ വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ സൗണ്ട് എടുക്കുന്നില്ല കേട്ടോ. ഇല്ല, അത് ഇംപ്രൂവ് ചെയ്യണ്ടേ. പ്രൊഡക്ഷൻ ആണ് തകർന്നു പോയത്. അത് നിങ്ങൾ ക്ലാസ്സിൽ അത് ഓക്കെ ആകണം, കംഫർട്ടബിൾ ആകണം. ഇംഗ്ലീഷ് ക്ലാസ് അല്ല, ഇംഗ്ലീഷ് ക്ലാസ് ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോ നിങ്ങൾ തിരിച്ചറിഞ്ഞത് നിങ്ങൾ പറഞ്ഞതും പഠിച്ചതും ചെറിയ ചെറിയ മിസ്റ്റേക്സിലൂടെയാണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് കാര്യം. അത് ഏകദേശം നോക്കിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ടെക്നിക്ക് ഫോൺടെക്സ്റ്റ് പഠിച്ചവരാണ്. അന്ന് ഫോൺടെക്സ്റ്റിൽ നമ്മൾ ഫോൺടെക്സ്റ്റ് ആയിട്ടും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടും അതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട ഒരു ഓർമ്മ മാത്രമേ നമുക്ക് ഉണ്ടാക്കുള്ളൂ. എല്ലാ സൗണ്ട്സും നമുക്ക് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നിങ്ങളത് മറക്കില്ല. കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആണെന്നും നിങ്ങൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ നാണം കെടും, സത്യമാണ് നാണം കെടും. മൊത്തമൊക്കെ ഞാൻ പറയാണ്, ക്ലാസ്സിൽ പോയിരുന്ന് നാണം കെടുത്തില്ല. കേട്ടല്ലോ, ഇംഗ്ലീഷ് എന്തായാലും അതല്ല മാം, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളിപ്പം മാം പറഞ്ഞിട്ടാണ് ലൈച്ചിന്ന് ഇപ്പൊ നമ്മൾ കേട്ടത്. ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് പറയുമ്പം ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ അവർ ഈ ലിച്ചി എന്നും പറഞ്ഞായിരിക്കും പഠിപ്പിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ ചെന്നിട്ട് ഇത് പറയുമ്പോഴത്തേക്ക് പേരൻസ് നാളെ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ കൊച്ചിനെ പറഞ്ഞ് തെറ്റിച്ചാ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നാളെ ഇവരെല്ലാം കൂടെ നമ്മുടെ പുറത്തോട്ട് കയറുമെന്നുള്ളതാ. അങ്ങനെ ഓക്കെ, എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വേണം. കാരണം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും, നിങ്ങൾ എന്താണ് ഈ പഠിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ഉറപ്പ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഉറപ്പ് വരുത്താം, ഈ സാധനം ഇത് തന്നെയാണോ ചെക്ക് ചെയ്യേണ്ടേ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവരോട് ചെക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെക്ക് ചെയ്തു. മനസ്സിലായോ? അത് ഞാൻ പറയുന്ന മിസ്റ്റേക്ക് ആണ്, ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ആരായി മിസ് എന്നാലും ഞങ്ങളെ പഠിപ്പിക്കാൻ ആരുണ്ടായില്ലോ. അപ്പൊ നമ്മുടെ പിന്നെ അവിടെ വലിയ ടീമായിട്ടേ സെറ്റായിട്ടേ പോരത് പഠിപ്പിക്കൂ. ഇത് അഴിച്ചാണ് തെറ്റൂല, ഇത് എനിക്ക് ഉറപ്പാ. ഞാൻ ചെക്ക് ചെയ്താണ്.
ഞാൻ തെറ്റിയാത്തൊരു സാധനം കൊണ്ടുവരാറില്ല. ഇല്ല, നിങ്ങൾ എന്നെ പിടിച്ച് എനിക്കറിയാം. സോറി, ഞാൻ അങ്ങനെ ചെയ്യാം. മാം ലൈച്ചിയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ അങ്ങ് ചേർക്കുവാണെങ്കിൽ ഇലൈച്ചി ആകും. ഇലൈച്ചി ഹിന്ദിയിൽ ഏലക്കാ പറയുന്നത്. ഇപ്പൊ ലിച്ചി വേർഡ് ആ ഫ്രൂട്ടിനെ നമ്മള് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ലൈച്ചി എന്നല്ലേ. എല്ലിന്റെ സ്ഥലത്തിൽ ഈ ചേർക്കുവാണെങ്കിൽ ഇലൈച്ചി ആകും. ഇലൈച്ചി നമുക്ക് ഹിന്ദിയിൽ ഒരു ഏലക്കയില്ലേ നമുക്ക്, അതിന് ആ പറയുന്ന ഇലൈച്ചി. ഹിന്ദിയിൽ പഠിച്ചു ബേസ് തന്നെ തെറ്റല്ലേ മിസ്സേ? നമ്മളെ ആദ്യം തന്നെ ABCD പറഞ്ഞിട്ടുള്ള പാട്ടാണ് പഠിപ്പിക്കും. മീൻസ് നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. പക്ഷെ ഈ LKG പിള്ളേരൊക്കെ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സൗണ്ട് വെച്ചിട്ടല്ലേ, അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. നമ്മൾ ഈ ABCD തൊട്ടിട്ട് സെറ്റ് വരെ അങ്ങനെ പഠിക്കും. അപ്പൊ അത് വായിക്കുമ്പോ സൗണ്ട് വേറെ ലെറ്റർ വേറെ ആവും. നമുക്ക് ബേസ് തന്നെ പ്രശ്നമായിട്ടാ കിട്ടിയിട്ടുള്ളത്. ABCD എന്ന് നമ്മൾ പറയും, അത് ലെറ്റർ ആണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോ. ലെറ്റേഴ്സ് ABCDEF ആണ്. അതങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പക്ഷേ ഫോണറ്റിക്സില് ഇതിന്റെ സൗണ്ട് വേറെയാണ്. മനസ്സിലായോ? എ എന്ന് പറയുന്നത് എ മാത്രമല്ല, അതിന് സൗണ്ട് പല രീതിയിൽ സൗണ്ട്സ് വരുന്നത്. ആ സൗണ്ട് ഉണ്ട്, ഒരുപാട് സൗണ്ട് ഞാൻ പെടുത്തുന്നില്ല, ഒരുപാടുണ്ട്. എ എന്ന് മാത്രം നമ്മൾ ബി അല്ല, ബി ലെറ്റർ സൗണ്ട്. ലെറ്ററിൽ നമ്മൾ ബി എന്ന് പറയും. അത് ഫോണറ്റിക്സ് വരുമ്പോ ബ് സൗണ്ട്, ഓക്കെ, ബ് സൗണ്ട്. സി ആണെങ്കിലോ ജി ആണെങ്കിൽ ഓക്കെ. അതുകൊണ്ട് പിന്നെ പറഞ്ഞുതരാം. അതുകൊണ്ട് ലെറ്റർ തന്നെയാട്ടോ. ABCDEFG ലെറ്റർ ആണത്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റൂ. അല്ലാണ്ട് ഇല്ല, സൗണ്ട് ആണ്. ആ സൗണ്ട് എഴുതാൻ പറ്റില്ല നമുക്ക്. അത് വേർഡിൽ വരുമ്പോഴാണ് ആ സൗണ്ടിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ലെറ്ററും വേർഡ് ആ സൗണ്ട് ആയിട്ട് ബന്ധമില്ല കേട്ടോ. മനസ്സിലായോ? CAT എന്ന് വരുമ്പോ നമ്മള് വായിക്കുന്നത് CAT എന്നാണ്, അല്ലല്ലോ. കാറ്റ്, അവിടെയാണ് സൗണ്ടിന് പ്രാധാന്യം. മനസ്സിലായോ? അല്ലാതെ സ്പെല്ലിംഗ് ഒന്നും ചെയ്യാം. CAT നിങ്ങൾ CAT എന്ന് പഠിക്കും എന്ന് പറഞ്ഞ കാര്യമില്ല. അവിടെ സൗണ്ട് ആണ് കാറ്റ്. അവിടെയാണ് സിയുടെ സൗണ്ട് ക എന്നും എയുടെ സൗണ്ട് അത് ഒരുമാതിരി സൗണ്ട് ആണ്, എടുക്കാൻ പറ്റില്ല. അത് പിന്നെ ആ സൗണ്ട് വരും. അങ്ങനെ ആ സൗണ്ട് 3 ലെറ്ററുകളെ സൗണ്ട്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടുക. കിട്ടിയോ? ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ. അതുകൊണ്ട് ABCD ആയിട്ട് സൗണ്ട്സിന് ലെറ്റേഴ്സിന് ബേസ് ചെയ്ത് ബന്ധമില്ല. അത് വേർഡിൽ വരുമ്പോഴാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് സൗണ്ട്. കുറച്ചെങ്ങനെ കത്തിയോ? പണ്ടെങ്ങനെ നമ്മൾ ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. മലയാളത്തിൽ നിങ്ങൾ എങ്ങനെ എഴുതിയിരുന്നത്? ഉണ്ടല്ലേ, അല്ലേ? ഒരു കാലിട്ടിട്ട് ഇങ്ങനെ ഒരു സാധനമല്ലേ എഴുതിയിരുന്നത് മലയാളത്തിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ? അങ്ങനെ തന്നെ നിങ്ങൾ വായിക്കും. തെറ്റാണ്. മലയാളം എഴുതിയ പോലെ വായിക്കുന്ന ലാംഗ്വേജ് ആണെങ്കിലും അത് ഇംഗ്ലീഷിൽ വരുമ്പോ പൊട്ടത്തെറ്റാണ്. ഇംഗ്ലീഷിൽ അത് പൊട്ടത്തെറ്റായിരിക്കും. ഇവിടെ ഹിന്ദിയിലാണ് ആ അല്ല അവിടെ വ്യത്യാസം കേട്ടോ. അതുപോലെ FATHER എന്താണ്? പറയൂ. FATHER Father അല്ല, father, no father അല്ല, it's a father. അത് പിന്നെ പറഞ്ഞു. മനസ്സിലായല്ലോ? പൊളിറ്റിക്സ് പഠിച്ചാലും ഒരുപാട് മനസ്സിലായോ? കണ്ടോ, ബട്ടും കുട്ടും എന്തുകൊണ്ടാണ് വായിക്കുന്നേ? എന്തുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ ഒരിക്കലും എഴുതിയ പോലെ വായിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കണം.
മനസ്സിലായോ? ഇറ്റ്സ് എ നോൺ ഫോണറ്റിക്കൽ ലാംഗ്വേജ്. ഗ്രീക്ക് ശരിക്കും വേണ്ടിയ പോലെ വായിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ്, ഡിഫറെന്റ്. മലയാളം പക്ഷെ അങ്ങനെയല്ല. മലയാളം എങ്ങനെ എഴുതിയാലും അതുപോലെ തന്നെ വായിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന മണ്ടത്തിൽ എന്താണെന്നറിയോ? നിങ്ങൾ പലപ്പോഴും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതും. മലയാളത്തിൽ എഴുതിയൊക്കെ അവിടെ എന്നിട്ട് വായിക്കും. കാരണം മലയാളത്തില് ചില ഇംഗ്ലീഷ് സൗണ്ട്സ് ഒരിക്കലും മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഒരു സൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല. മനസ്സിലായോ? ഒരിക്കലും ഇനിയെങ്കിലും ചെയ്യാൻ പാടില്ല. ഫോണറ്റിക്സ് പഠിച്ച ഒരാള് പ്രൊണൗൺസിയേഷൻ കിട്ടിയില്ലെങ്കിൽ, ആ വേർഡ് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഫോണറ്റിക് ലാംഗ്വേജ് എഴുതിയേക്കും. ഒരിക്കലും മലയാളം എഴുതിയേക്കും, ഫോണറ്റിക് ലാംഗ്വേജ് എഴുതിയേക്കും. എന്നിട്ട് വായിക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും ഇംഗ്ലീഷിന്റെ. ഒരിക്കലും മലയാളത്തിൽ എഴുതിക്കാൻ പാടില്ല കേട്ടോ, അണ്ടത്തരമാണ്. കാരണം മലയാളത്തിൽ നമുക്ക് ചില സൗണ്ട്സിന്റെ കിട്ടില്ല, എഴുതാൻ പറ്റില്ല. എനിക്ക് അനുഭവമുണ്ട്. ഈ ഫോണറ്റിക്സ് പഠിക്കുമ്പോഴേ ചില ലെറ്റേഴ്സ്, ചില സൗണ്ട്സ് ഉണ്ട്, ഞാൻ എളുപ്പത്തിൽ ചിലതൊക്കെ മലയാളം പെട്ടെന്ന് കിട്ടാനായിട്ട് മലയാളത്തിൽ എഴുതും. ചില സൗണ്ട്സ് മലയാളം കിട്ടില്ല. അതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു, പക്ഷെ മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, മാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കൊച്ചുങ്ങള് വെറും പൊടി കുഞ്ഞുങ്ങൾ. അപ്പൊ അവരുടെ അടുത്ത് നമ്മളൊന്നും അറിയാതെ പോയി അവരുടെ കൂടെ നമ്മളും പഠിക്കേണ്ട ഗതിയാണ് ഇത്. പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ പോകുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ വരെ ഭാവിയാണത് അല്ലേ? ഏറ്റവും ആദ്യം ഒരു പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറയുന്നതിൽ ചില മിസ്റ്റേക്ക് ഉണ്ടാകാം. No one is perfect. ഗൂഗിൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണെന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യുക. കേട്ടല്ലോ, അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. തെറ്റ് മാത്രം പോയി പറയരുത്. ആരുടെയും മുന്നിൽ നമ്മൾ മിസ്റ്റേക്ക് പറയരുത്. അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം പെട്ടെന്ന് പറഞ്ഞാൽ മതി, ഏത് വേർഡ് ആയിക്കോളും. കേട്ടല്ലോ, ടീച്ചേഴ്സ് ആണ് ഇപ്പോഴും ഞാൻ പറയാൻ, ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് ഒരിക്കലും പേടിക്കണ്ട. നിങ്ങൾ ക്ലാസ്സൊക്കെ പേടിക്കണം എന്തിനാ? പോയി ക്ലാസ് എടുക്കൂ, ധൈര്യമായിട്ട് പോയി ക്ലാസ് എടുക്കുവോ. മിസ്റ്റേക്ക് പറ്റും, മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ. ഇവൻ ഞാൻ പോലും ഫോണറ്റിക്സ് ഒന്നും ഞാൻ പെർഫെക്റ്റേ അല്ല. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ പെർഫെക്റ്റ് അല്ല. ഒരിക്കലും നമുക്ക് ഫോണറ്റിക്സിലൂടെ തന്നെ എല്ലാം സംസാരിക്കാനും പറ്റില്ല. കാരണം നമ്മള് പുറത്തല്ല ജീവിക്കുന്നത്, കേരളത്തിലാണ് അല്ലെ? അപ്പൊ ചിലതെല്ലാം നമ്മള് കറക്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറയേണ്ടി വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും അത് ഇങ്ങനെ അല്ലാട്ടോ പറയേണ്ടത്, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാട്ടോ എന്നും കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. കേട്ടോ? ഇപ്പോ നമ്മൾ പറയും വാട്ടർ എന്ന് പറയും, വാട്ടർ. എനിക്കിപ്പോ ഇങ്ങനെ വരും, പണ്ട് കാര്യമില്ല. ശരി, അത് നമ്മൾ പണ്ടിങ്ങനെ പറഞ്ഞു തന്നെ വാട്ടർ എന്ന് പറയും അല്ലെ? ഗിവ് മി സം വാട്ടർ എന്ന് പറയും. പക്ഷെ ശരിക്കും ഇങ്ങനെയാണ് ഗിവ് മി സം വാച്ചോ, വാച്ചോ, വാച്ചോ. നമ്മുടെ അവിടെ ഡബ്ല്യൂന് ഒരു സൗണ്ട് ഉണ്ട്, എക്ക് സൗണ്ട് ഉണ്ട്, ടിക്ക് സൗണ്ട് ഉണ്ട്, ആളുടെ സൗണ്ട് ഉണ്ട്. ഈ എല്ലാ സൗണ്ടുകളും ജോയിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നത്. വാച്ചോ, വാച്ചോ, വാച്ചോ എന്ന് പറയാം. വാച്ചോ, ഗിവ് മി സം വാച്ചോ. എന്താ കണ്ടോ? ഇംഗ്ലീഷ് കണ്ടോ? ഇങ്ങനെയെങ്കിലും പറയാം. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ, മനസ്സിലായോ? പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോ അത് തന്നെ വരും. പിന്നെ നമ്മൾ പഴയതിലേക്ക് പോകില്ല. എത്ര പറഞ്ഞാലും നമുക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? വാട്ടർ, നമ്മൾ പണ്ടെങ്ങനെയാ വാട്ടർ. എന്റെ മോള്, അവള് വാട്ടർ എന്ന് പറയുമ്പോ നോ നോട്ട് വാട്ടർ, ഇറ്റ്സ് വാട്ടർ എന്ന് പറയുമ്പോ അവളെ കൂടി ഞാൻ പറയിപ്പിക്കോട്ടോ, അത് വേറെ കാര്യം. വാട്ടർ എന്ന് പറയണം, അങ്ങനെ പറയിപ്പിക്കണം. ഓക്കെ, ആപ്പിൾ, ആപ്പിൾ, നോട്ട് ആപ്പിൾ. ആപ്പിൾ അല്ല, ആപ്പിൾ, ആപ്പിൾ. എന്റെ മോളും അങ്ങനെ മാം. ഇപ്പൊ പ്ലേ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവിടുന്ന് ഇപ്പൊ ആപ്പിൾ ബോൾ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ആപ്പിൾ പറഞ്ഞ ആപ്പിൾ ആപ്പിൾ അങ്ങനെ പറയാം. ഞാനിങ്ങനെ വായി നോക്കി 3 വയസ്സ് പോലും ആയിട്ടില്ല, അതിന് മുന്നേ ഇത് പഠിച്ച് പറയുന്നത്. ഒന്നും അറിയത്തില്ല, പക്ഷെ കേട്ട് പഠിക്കുന്നതാ. ഞാനിങ്ങനെ തന്നെ പറയുന്നത്.
ഇന്നാളെന്തോ ഈ കോക്കോമിലനകത്ത് എനിക്ക് മനസ്സിലാത്തില്ല ഈ കോക്കോമിലനകത്ത് എന്തോ പറയുന്നത് ആ സോങ്സ് ഒക്കെ പോകുമ്പോ ഇവളിങ്ങനെ ശ്രദ്ധിച്ചെങ്ങനെ ഇരിക്കുന്ന കാണാം. ഇവരവിടെ പഠിക്കുന്ന സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, ഇവളിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക. അതേ പ്രൊനൗൺസിയേഷൻ തന്നെയല്ലേ ഇവിടെ ഈ കോക്കോമിലനകത്ത് അത് തന്നെയാ പറയുന്നത്. ഞാൻ ഓർക്കും ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാകും, നമുക്ക് ബേസ് കിട്ടുന്നില്ല. അവർക്ക് അതേ കുഞ്ഞിലേ ഇവർക്ക് 3 വയസ്സ് പോലും ആയിട്ടില്ല, അതിന് മുന്നേ ബേസ് അവള് ശ്രദ്ധിക്കാൻ തുടങ്ങിയോണ്ട് അവൾക്ക് അതൊരു ഇൻട്രസ്റ്റ് തോന്നി. നമുക്കതൊന്നും ഇല്ല ഇപ്പൊ. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. നമുക്ക് ഇപ്പൊ എന്താ നമുക്ക് അവരെ പോലെ പറയാൻ പറ്റില്ല, അത് കൺഫേമാ. പിന്നെ നമ്മളതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പറയണം, പക്ഷെ അറിഞ്ഞിരിക്കണം. കാരണം അവര് പറയുന്നത് കറക്റ്റ് ആണ് നമുക്ക് അറിയണ്ടേ. അറിഞ്ഞിരിക്കാൻ നമ്മൾ ഇത് പഠിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും ഓരോന്നും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കും, ഇനി നിങ്ങൾ ഇപ്പൊ ഫോണറ്റിക്സ് പഠിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യും, ശ്രദ്ധിച്ചിരിക്കും, കറക്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ വ്യത്യാസം എന്താ, ഐ ക്യാൻ ഗോ ദെയർ, അവിടെ ഗോയല്ല, അങ്ങനെ പറയൂ, ഐ ക്യാൻ ഗോ ദെയർ. അങ്ങനെ ഒരുപാട് നമ്മൾ പറയുന്ന എല്ലാവരും ഡു യു നോ ദാറ്റ് നൗ, അവിടെ നോ അല്ല, സൗണ്ട് ആണ്. ഡു യു നോ ദാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വെസ്റ്റേൺ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെയുള്ള നമുക്ക് പറ്റും, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. അത് കോൺടെക്സ്റ്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന മാനിക്കണൊക്കെ മാറ്റി വയ്ക്കണം. കളിയാക്കും, നമ്മളതായിട്ട് കളിയാക്കും, പക്ഷെ കളിയാക്കിയാലും നമുക്ക് ഉറപ്പുണ്ടല്ലോ ഇതിങ്ങനെയാണ് പറയേണ്ടത്, മനസ്സിലായോ? അതിൽ പിടിച്ചിടണം. എന്നിട്ട് പറയാം നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കണം. പറയാൻ പറ്റില്ല, അത്രയും കഷ്ടപ്പാടുണ്ട്. വെറുതെ പഠിച്ചല്ലോ ഇതെല്ലാം, കഷ്ടപ്പെട്ട് പഠിച്ചാല്. അപ്പൊ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമ്മ പറയുന്നത് കേൾക്കുന്നവർ പഠിക്കും, മക്കളാണെങ്കിലും നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും. നമ്മൾ പഠിപ്പിക്കണ്ട, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് പഠിപ്പിക്കണ്ട. നമ്മൾ പറഞ്ഞോ, നമ്മൾ പറയുമ്പോ അവര് കേൾക്കുന്നുണ്ട്, അവർ ഓട്ടോമാറ്റിക്കലി അറിയിക്കുന്നു. അല്ലാണ്ട് ഫോണറ്റിക്സ് ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരില്ല. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൺ ഞാൻ സംസാരിക്കുന്ന എന്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. അവിടെ ഞാൻ വന്നിരുന്ന് പൊട്ടത്തിട്ട് പറഞ്ഞാല് നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുള്ളൂ, ശരിയല്ലേ? എത്രയോ ക്ലാസ്സിൽ ഞാൻ കറക്റ്റ് പറയുന്നത് അല്ല ഇമ്പോർട്ടന്റ്, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ പൊട്ടത്തിട്ട് പറയുന്നത് എല്ലാവരും പിടിക്കും. അങ്ങനെയാണ് തെറ്റ് പെട്ടെന്ന് ഫോക്കസ് ചെയ്യപ്പെടും, നോട്ട് ചെയ്യപ്പെടും, മനസ്സിലായോ? അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ചെറിയ സബ്ജക്ട് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്റെ അഭിപ്രായത്തില് നിങ്ങൾ മോണ്ടിസോറി പഠിക്കുന്നുണ്ടെങ്കിൽ മോണ്ടിസോറി പഠിക്കുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ പറയും. ബിക്കോസ് റീസൺ എന്താ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വേണം അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും, നന്നായിട്ട് പാസ് എടുക്കാൻ പറ്റും. പിന്നെ മോണ്ടിസോറിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ക്ലാസ്സിൽ എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. സൈക്കോളജി ആണെങ്കിലും മോണ്ടിസോറി പോർഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ഏകദേശം അറിയാം. ഇത് അറിഞ്ഞു വെച്ചിട്ട് കുറച്ച് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും, സെറ്റാണ്, ടെൻഷൻ ഉണ്ടാവില്ല, നേരിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും അല്ലെ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് സൗണ്ട്സിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഇപ്പൊ ഞാൻ പാരഗ്രാഫ് വായിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാം, എല്ലാവരും വായിക്കണം. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് പേര് വായിക്കുമെന്ന് പറഞ്ഞിട്ടില്ലാട്ടോ, എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും, സ്ട്രിക്റ്റ് ആണ്. കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് നാണക്കേടൊന്നും വിചാരിക്കണ്ട, പഠിച്ചു പോവാൻ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം. ഇന്ന് വായിച്ച പോലെ ആയിരിക്കില്ല കേട്ടോ. ഫോണറ്റിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ സെയിം പാരഗ്രാഫ് വായിക്കാം. ഈ പറയുന്ന വാക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾ ഇപ്പൊ വായിച്ച പോലെ ആയിരിക്കില്ല. ഫോണറ്റിക്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ പാരഗ്രാഫ് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. Okay, you must feel the change after you study phonetic language. Okay, when you read this. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വായിച്ചത്. കുറച്ചെങ്കിലും വായിച്ചുള്ളൂ, ബാക്കി അതുകൊണ്ട് ചുമ്മാ അത് വായിക്കും. ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്താട്ടോ, ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നോട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ? ഇംഗ്ലീഷ് ക്ലാസ് ഫോണറ്റിക്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ക്ലാസ്സിൽ ഡിഫറൻസ് ഉണ്ടോ? ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നോ? സമാധാനം, ഭാഗ്യം. ചുമ്മാ അതായില്ലല്ലോ ക്ലാസ്.
ഇതൊന്നും നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നാമത് സമയം ഇംഗ്ലീഷ് ക്ലാസ്സിൽ, അതിനിടയിൽ ഇത് കൂടെ ചെന്നാലേ രക്ഷയില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേയിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാകും. എന്തായാലും ഇൻഫോം ചെയ്യും. അതിന് മുന്നായിട്ട് ഇൻഫർമേഷൻ വരും. ഇതേപോലെ തന്നെ ഇത്രയും സ്റ്റുഡൻസ് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഉണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. Okay, so thank you all. Let's wind up today's session. And bye to all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.